ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്ന് നിങ്ങളോട് ഒരു കാര്യം പങ്കുവെക്കാൻ വേണ്ടി, ഞങ്ങളുടെ ഒരു സന്തോഷം അറിയിക്കുവാൻ വേണ്ടി വന്നതാണ്. അപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞു. വലിയ ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു, കുറച്ച് വീഡിയോസൊക്കെ ഉള്ളൂ. എന്നാലും നമ്മൾ ഹാപ്പിയാണ് കേട്ടോ, അല്ലേ? അപ്പം ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ ഞങ്ങളുടെ വേറൊരു ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അപ്പം അത് നിങ്ങളോട് ഇന്ന് വെളിപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, ഞങ്ങളുടെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ആഗ്രഹമാണ്, ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ്. അപ്പോൾ അതെന്താണെന്ന് ടിൻറ്റു പറയുന്നതായിരിക്കും. അത് മറ്റൊന്നുമല്ല, ഞങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ടൊരു തയ്യലിന്റെ ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ളൊരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പം എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന കാലം തൊട്ടുള്ള ആഗ്രഹമാണ്. കാരണം മമ്മി അപ്പം മമ്മി കോട്ടയത്തൊക്കെ തയ്യൽ കടയായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒന്നിച്ച് കടയായിട്ട് വലിയ നിലയിലൊക്കെ കൊണ്ടുപോകാന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. അച്ഛക്കായിരുന്നു ഞങ്ങളെക്കഴിഞ്ഞും വലിയ ആഗ്രഹം. പക്ഷേ എന്തോ നമുക്കത് സാധിച്ചില്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ, അല്ലേ ദാസ? എന്ന് പറയുന്ന പോലെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് 10, 13 വർഷമായി കേട്ടോ. ഇപ്പോഴാണ് അതിന്റെ ഒരു സമയം വന്നത്. അപ്പൊ തൊട്ടേ ഇങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ച ശേഷം മമ്മി തയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തയ്യൽ കട വിട്ടായിരുന്നു. വീട്ടിലാണെങ്കിലും തയ്യലുണ്ടായിരുന്നു, ഇഷ്ടംപോലെ തയ്യൽ കിട്ടുന്നുണ്ടായിരുന്നു, തയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കും. പക്ഷെ അല്ലാതെ വലിയ ഷോപ്പായിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞങ്ങളുടെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു നമുക്കൊരു ഓൺലൈനായിട്ട് ഇങ്ങനെ ലേഡീസിന്റെ ഡ്രസ്സൊക്കെ മെറ്റീരിയൽ എടുത്ത് തയ്ച്ച് കൊടുക്കുന്ന ഒരു പരിപാടി തുടങ്ങിയാലോ എന്ന് ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്ന. ഇപ്പൊ ഏകദേശം അതിന്റെ കാര്യങ്ങളെല്ലാം അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഈ ഓണത്തോടനുബന്ധിച്ച് തുടങ്ങാന്നുള്ളൊരു തീരുമാനത്തില് എല്ലാം റെഡിയാക്കി. അപ്പൊ ഇതാണ് ഞങ്ങളുടെ സന്തോഷ വാർത്ത. അപ്പൊ നമ്മൾ അറിയിക്കേണ്ടത്, ഏറ്റവും ആദ്യം അറിയിക്കേണ്ടത് നിങ്ങളെ തന്നെയാണല്ലോ. നമുക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, എങ്കിലും നമുക്കുള്ള സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോ നാളെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ യൂട്യൂബിലൂടെ പുതിയ അപ്ഡേഷൻ ഇടുന്നതായിരിക്കും. ഏറ്റവും പുതിയ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഓണത്തോടനുബന്ധിച്ചുള്ള ഒരു കളക്ഷനാണ് നമ്മൾ നാളെ ഇടുന്നത്. ഒത്തിരി ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ ഒരെണ്ണേ ചെയ്തിട്ടുള്ളൂ. അതിപ്പോൾ നാളെ നമ്മൾ നമ്മുടെ യൂട്യൂബിലൂടെ ഇടും. അപ്പം നമ്മൾ പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു ഓൺലൈൻ ഷോപ്പിന്റെ പേര് സേറ ഓൺലൈൻ ബൂട്ടിക് എന്നാണ്. സേറ ഡിസൈൻസ് എന്ന് ഇൻസ്റ്റയിൽ നമ്മളൊരു പേജ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫോളോവേഴ്സ് ഒന്നും ആയിട്ടില്ല, ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ആ പേജ്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ആ ഇൻസ്റ്റാ പേജിലൂടെ പോയി ഫോളോ ചെയ്യണം. നമ്മൾ പുതുതായിട്ട് ചെയ്യുന്ന എല്ലാ അപ്ഡേഷനും നമ്മുടെ പേജിലിടും. അതുപോലെ നമ്മൾ വേറെ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങുന്നില്ല, ഈ ചാനലിൽ തന്നെയാണ് നമ്മുടെ ഈ അപ്ഡേഷനും എല്ലാം ഇടുന്നത്. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, എല്ലാവരും ഇതെല്ലാം കാണണം. അതുപോലെ നന്നായിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇത് തുടങ്ങിയിരിക്കുന്നത് ഞാനും മമ്മിയും കൂടെയാണ് കേട്ടോ, വേറെ ആരും ഇല്ല. ഞാനും മമ്മിയും കൂടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട എല്ലാ കൈത്താങ്ങളും സപ്പോർട്ടും എല്ലാം ചെയ്തു തരുന്ന അച്ഛയാണ്. ഒരു കുഴപ്പമില്ല, നമുക്ക് എന്ത് സപ്പോർട്ട് വേണമെന്ന് പറഞ്ഞാൽ മതി, അച്ഛൻ റെഡിയാണ്. കാരണം അച്ഛക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത്. അതെ, എനിക്കും തീർച്ചയായിട്ടും. എനിക്കും വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇപ്പോൾ എന്താണെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം എന്നൊരാഗ്രഹമായിരുന്നു. അപ്പം സാഹചര്യങ്ങൾ നമ്മൾ അനുവദിച്ചിരുന്നതാണ് സത്യം കേട്ടോ. വേറൊന്നുമല്ല, കുട്ടികളായി ഇപ്പം മൂത്തവന് 12 വയസ്സ് കഴിഞ്ഞു, രണ്ടാമത്തിന് 7 വയസ്സായി. സാധാരണ പോലെയല്ല, അവന്മാർ ഭയങ്കര കുസൃതിയും കാര്യങ്ങളൊക്കെയാണ്. അവന്മാരെ ഹാൻഡിൽ ചെയ്യുന്ന മൊത്തം ഇവളാണ്. അപ്പം 24 hours അവരുടെ കൂടെ നിൽക്കുകയും അതുപോലെ തന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ നടപടി ഉണ്ടാകുന്ന കേസല്ല. ഞാൻ ആണെങ്കിൽ എൻ്റെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് ഇതിലങ്ങനെ ശ്രദ്ധിക്കാനും കഴിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും ഇപ്പം ഞങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ ഒരു ലെവലായി അല്ലേ. അപ്പോൾ അതുപോലെ മമ്മിയാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ്. മമ്മി എൻ്റെ ചെറുപ്പം മുതലേ മമ്മി തയ്യക്കാരിയാണ്. മമ്മിക്ക് ഷോപ്പുകളുണ്ടായിരുന്നു, കോട്ടയത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, മമ്മിക്ക് ഷോപ്പുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് മമ്മിയിലാണ് വിശ്വാസം. പിന്നെ ഇവർക്ക് പുതിയ കുറേ ഐഡിയാസുകളുണ്ട് കേട്ടോ. അതിനാണെങ്കിലും പുള്ളിക്കാർ നല്ലതായിട്ട് ചെയ്യും. വീട്ടിലാണെങ്കിൽ ഒരുപാട് തയ്യൽ കിട്ടുന്നുണ്ട് മമ്മിക്ക്. അപ്പൊ അവരെല്ലാം, ആ കസ്റ്റമേഴ്സ് എല്ലാം വരുമ്പോൾ പറയും, നിങ്ങൾക്ക് ഒരു ഷോപ്പായിട്ട് തുടങ്ങിക്കൂടെ, നിങ്ങൾ രണ്ടുപേരില്ലേ, നിങ്ങൾ രണ്ടുപേരുടെ തുടങ്ങി കഴിഞ്ഞാൽ നന്നായിട്ട് വിജയിക്കും, തുടങ്ങാൻ മേലെന്നൊക്കെ എന്നും പറയുന്നതാണ് കേട്ടോ. നമ്മുടെ കസ്റ്റമേഴ്സ് നയിക്കാൻ വരുന്നവരൊക്കെ പറയുന്നതാണ്. അപ്പൊ അവരോട് നമ്മൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പോകണം. അപ്പൊ അവരും വളരെ ഹാപ്പിയാണ്. അവരും പറഞ്ഞ്, അയ്യോ നിങ്ങളിത് എത്ര നാളെ ഞങ്ങൾ പറയുന്നതാ, നിങ്ങളിത് ചെയ്യാത്തത് എന്താ. അതുപോലെ എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, ഇങ്ങനെ തയ്ക്കുന്നവരുണ്ട്, ബ്യൂട്ടി പാർലർ നടത്തുന്നവരുണ്ട്. അവരെല്ലാം എന്നോട് ചോദിക്കും, എടി നീ എന്നെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത്, എത്ര വർഷമായിടി നീ ഇങ്ങനെ വെറുതെ ഇരിക്കാൻ, എന്തെങ്കിലും ചെയ്യ്
എന്നൊക്കെ എല്ലാവരും പറയും. അവരും ഭയങ്കര സപ്പോർട്ടാണ്. അവരും ഇതൊക്കെ അറിഞ്ഞത് വളരെ സന്തോഷമുണ്ട് അവർക്കും. അപ്പൊ എന്തായാലും നമ്മളിത് തുടങ്ങി വിജയിപ്പിക്കേണ്ടത് നിങ്ങളാണ് കേട്ടോ. നമ്മൾ മാക്സിമം നമ്മുടെ കഴിവിന്റെ അങ്ങേയറ്റം നമ്മളിത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ ഒത്തിരി കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. നമ്മൾ ചെറിയ രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. തീർച്ചയായിട്ടും വേറൊന്നുമില്ല. നമ്മൾ പറഞ്ഞു പോയപ്പോൾ ഇത് വലിയ സംഭവമൊക്കെ ആയിട്ടാണ്. പക്ഷേ വലിയ സംഭവമാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വലിയ സംഭവമാണ്. പക്ഷേ ഇത് ചെറിയ രീതിയിലാട്ടോ. നമ്മൾ പരീക്ഷണാർത്ഥം ഇപ്പം ഇതിന്റെ തുടക്കം എന്ന രീതിയിൽ നമ്മൾ ആദ്യത്തെ ചുവട് എടുത്ത് വെക്കാൻ തുടങ്ങുന്നുള്ളൂ അല്ലേ ലിനു? അപ്പം ഞങ്ങളിപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ അതിനുള്ള മിഷനറീസ് ഒക്കെ ഞങ്ങളിപ്പോൾ റെഡിയാക്കി എല്ലാം മേടിച്ചു. പിന്നെ ബാക്കിയുള്ള മെറ്റീരിയൽസുകളെല്ലാം ഞങ്ങൾ പോയി ഞങ്ങൾ മേടിച്ചു, കളക്ട് ചെയ്തു. ബാക്കിയുള്ള ഒരു 3/4% കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു. അപ്പം അത് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും സേറ ഡിസൈൻസ് എന്നുള്ള പേരിലാണ് ഞങ്ങളിത് തുടങ്ങിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പേജുകളിൽ ഇപ്പം ടിൻറ്റു പറഞ്ഞല്ലോ, നമുക്ക് ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, ഫേസ്ബുക്ക് പേജുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ചാനലുണ്ട്, യൂട്യൂബ് ചാനലുണ്ട്. ഇതിലൂടെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ വർക്കുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു വാട്സപ്പ് നമ്പറുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ വാട്സപ്പിലൂടെ നമ്മളെ അറിയിക്കാം. നമ്മളത് ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അത് ഓൺലൈനായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു മെത്തേഡ് ഇതാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ സഹകരണമാണ് ഞങ്ങൾക്ക് ഏറ്റവും അധികം വേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുകയാണ്. ഞാൻ മുൻപ് വീഡിയോയിൽ പറയുന്നുണ്ട്, ഞങ്ങളെ മുമ്പോട്ട് നയിക്കുന്ന ഊർജം പ്രേക്ഷകർ നിങ്ങളാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ തുടങ്ങാൻ പോകുന്ന ഉദ്യമം ഏറെ അനുഗ്രഹമായി മാറണം. അതിനായി നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ കൂടി ചോദിക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ഫാമിലി വ്ളോഗാണ്. ഫാമിലിയായിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സംരംഭം തുടങ്ങി വെക്കുന്നത്. അല്ല, നമുക്കറിയാം ഓൺലൈനിൽ ഇപ്പോൾ ഒരു പഞ്ഞമില്ലാത്ത സമയമാണ്. എല്ലാവർക്കും ഓൺലൈൻ ഇഷ്ടംപോലെ, അതുപോലെ മീഷോ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും ഒക്കെ ഉണ്ടെന്ന് അറിയാം. എങ്കിലും നമുക്ക് ചിലരുടെ ചിലരുടെ തയ്യലൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരെന്തായാലും അവിടെ തന്നെ തയ്ക്കാൻ തരത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്ന് പരീക്ഷണാർത്ഥം ആണെങ്കിൽ പോലും നമ്മളോടൊന്ന് ഓർഡർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് എടുക്കാമല്ലോ. പിന്നെ നമ്മൾ വലിയധികം വിലയൊന്നും നമ്മൾ ഈടാക്കുന്നില്ല കേട്ടോ. നമ്മൾ ചെറിയ വിലയിലേ തരത്തുള്ളൂ. നിങ്ങൾക്കൊക്കെ എടുക്കാൻ പറ്റിയ ഒരു വിലയിൽ. സാധാരണക്കാർക്ക് അതെ, താങ്ങുന്ന രീതിയിൽ സാധാരണക്കാർക്ക് നല്ല എടുക്കാൻ പറ്റുന്ന രീതിയിൽ. നല്ല മേന്മയുള്ള സാധനം കൊടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം കേട്ടോ. അതെ, നഷ്ടം വരാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം കൂടിയുണ്ട് നമുക്കുണ്ട്. നല്ല ക്വാളിറ്റി ആയിരിക്കണം എന്നുള്ളൊരു നിർബന്ധം കൂടിയുണ്ട്. അപ്പം ഞങ്ങൾക്ക് നൽകുന്ന സപ്പോർട്ട് അത് തീർച്ചയായിട്ടും ഞങ്ങൾ 100% അതിനകത്ത് ഞങ്ങളും നീതി പുലർത്തിയിരിക്കും. അത് സംശയം വേണ്ട. ഞങ്ങൾ തുടങ്ങാൻ പോകുന്ന ഈ ഒരു ഉദ്യമം വിശ്വാസമുണ്ട് വിജയിക്കുമെന്ന്. അപ്പോൾ എന്താണെങ്കിലും രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങോട്ട് എടുത്ത് ചാടുകയാണ് അല്ലെങ്കിൽ. അതെ, കുറേ ദിവസമായിട്ട് ഇതിന്റെ പുറകെ ഉള്ള ഓട്ടമാണ്. സത്യം പറഞ്ഞാൽ ശരിക്കും ഉറങ്ങിയിട്ട് എത്ര ദിവസമായി? 3-4 ദിവസമായിട്ട് ഇതിന്റെ പുറകെ ഉള്ള ഓട്ടം കാരണം ഉറക്കമൊന്നും നടക്കുന്നില്ല. ഈ വീഡിയോ ചെയ്തത് ഒരു മണി, ഇപ്പോൾ 12:45 കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴാണ് സമയം കിട്ടിയത്. സമയം കിട്ടി ഇപ്പോഴാണ്. ഇതിൻ്റെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. ഉറക്കുളച്ച് ഭക്ഷണം ക്രമീകരണങ്ങളൊക്കെ ഭംഗം വരികയാണ് ഈ ഒരു കാര്യത്തിന് ഇറങ്ങി തിരിഞ്ഞപ്പോൾ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ ഫസ്റ്റ് ഡിസൈന് ഓണത്തോടനുബന്ധിച്ചുള്ളതാണ്. അത് ഞങ്ങൾ നാളെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഇടുന്നതായിരിക്കും. ഇൻസ്റ്റാ പേജിലും എല്ലാം കാണും. അപ്പൊ നിങ്ങൾ എല്ലാവരും അത് കയറി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എങ്ങനെയെങ്കിലും നമ്മളെ ഒന്ന് വിജയിപ്പിക്കുക. ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കും, ഞങ്ങൾക്ക് സപ്പോർട്ട് നൽകും. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങളുടെ ഈ ഒരു ബിസിനസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ഉദ്യമം അത് വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നൽകുന്ന സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലില്ല, ഉറക്കം വരുന്നുണ്ട്, വായിക്കോട്ടെ എന്നാണ്. എന്നാ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസമായെന്നറിയാം ഉറക്കം. ഇതിന്റെ പുറകെയുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. ഇനിയിപ്പോ ഇന്നും കൂടെ ഉറക്കൊളച്ചാൽ മതി എന്ന് വിചാരിക്കുന്നു. കാരണം നാളെ നമ്മളിത് ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് സമയമെടുത്ത് നമ്മൾ എല്ലാ ദിവസവും തന്നെ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇങ്ങനെ ഉറക്കൊളയ്ക്കേണ്ട വരത്തില്ല. നാളത്തേക്കൂടുള്ള തിരക്ക് കൊണ്ടാണ് നമ്മൾ ഇന്നും കൂടി ഇങ്ങനെ ഉറക്കൊളച്ചത്. അപ്പൊ എന്തായാലും നമ്മൾ നാളെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ഇടും. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പൊ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറക്കല്ലേ, സേറ ഡിസൈൻസ് എന്നാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ, നമ്മുടെ ഈ ഉദ്യമത്തിന്റെ പേര്. അപ്പം നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണണം, ഒന്ന് ഷെയർ ചെയ്യണം, നമ്മുടെ പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. രണ്ടുപേരും മാറി മാറി ഇത് തന്നെ പറയാം. അപ്പം നമ്മുടെ സന്തോഷ വാർത്ത, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്ന ആ വാർത്ത ഇതാണ്. അപ്പം നമ്മൾ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി
നിങ്ങളുടെ കയ്യിലാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ പുതിയ അപ്ഡേഷനുമായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, ഓക്കെ, ബൈ. ബൈ.